നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തിരുവോണം ആണ്. അതേപോലെ തന്നെ ഇന്ന് ടീച്ചേഴ്സ് ഡേയോ ആണ്. നമ്മുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ എസ് രാധാകൃഷ്ണൻ്റെ പിറന്നാൾ. ഇപ്പം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരേ ദിവസം വരുന്ന ഒരു റെയറായിട്ടുള്ള ഒരു ഒക്കേഷനാണ്. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു സ്കൂള് തന്നെയാണ്. ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ശ്രീ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ, നമ്മൾ വിദ്യാഭ്യാസം എന്ന് മലയാളത്തിൽ പറയുന്നു. ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിനേക്കാളും അതിന് അനുയോജ്യമായിട്ടുള്ള പദം എഡ്യൂക്കേഷനാണ്. ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക. എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്യൂക്കേഷൻ ഇസ് ടു മേക്ക് എ മാൻ ലേൺ ടു തിങ്ക്. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, you should be able to learn to think your own thoughts. നമ്മൾ എഡ്യൂക്കേഷനിൽ, സാധാരണ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ചിന്തകളല്ല ചിന്തിക്കുന്നത്. നമ്മുടെ മുമ്പേ പോയവരുടെ ശിക്ഷണങ്ങൾ അത് കേട്ട് പഠിക്കുന്നു, പരീക്ഷകൾ എഴുതുന്നു. എന്തിനാണ് ഇതെല്ലാം പഠിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നും. ഒരു പ്രസിദ്ധമായിട്ടുള്ള കഥ നമ്മൾ ഷെയർ ചെയ്താണ്. ഒരു വള്ളിക്കൊട്ടയിൽ വെള്ളം കൊണ്ടുവരാൻ ശിഷ്യനോട് ഗുരു പറയുകയാണ്. വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും വെള്ളം കൊണ്ടുവരാൻ പറ്റാതെ ആകുമ്പോൾ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെയൊരു പണി എന്നെ ഏൽപ്പിച്ചത്? വള്ളിക്കൊട്ടയിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗുരുനാഥൻ പറയാണ്, നീ കൊട്ട നോക്കൂ. കൊട്ടയിൽ ചളിയെല്ലാം പോയി, കൊട്ട പ്യൂരിഫൈഡ് ആയി. അതുപോലെ നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എല്ലാം ശിക്ഷണങ്ങളാണ്. അത് നമ്മുടെ മനസ്സിനെ
കൂടുതൽ കൂടുതൽ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ അറിവിലേക്കുള്ള കണക്ഷൻ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള വിവേകബോധത്തിൻ്റെ സ്രോതസ് അതിലേക്ക് നമ്മളെ കണക്ട് ചെയ്യണം. അത് അനുഭവങ്ങളിലൂടെയാണ് സാധിക്കുക. അപ്പോൾ അനുഭവങ്ങൾ വരുമ്പോൾ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള വകതിരിവില്ലാതെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇതെല്ലാം എന്നെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ സ്കൂൾ അതിന് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരുപാട് ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കണ്ടുമുട്ടുന്നു. അപ്പോൾ നമ്മുടെ ശിക്ഷണം ശരിക്കും പുസ്തകങ്ങളിൽ മാത്രമല്ല, നമ്മൾ മീറ്റ് ചെയ്യുന്ന വ്യക്തികളും നമ്മൾ ഫേസ് ചെയ്യുന്ന അന്തരീക്ഷവും ഷെയറിങ്ങും ടുഗദർനെസ് അതെല്ലാം വരുന്നു. സ്പോർട്സ്, നേച്ചർ എല്ലാം വരുന്നു ശിക്ഷണത്തിൽ. ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യം സ്വമേധയ പാദം സാബ്രഹ്മചാരുണ്യവും പാദം കാലക്രമേണതു എന്നാണ് ഒരു ശ്ലോകം പറയുന്നത്. ആചാര്യന്, അതായത് ടീച്ചറിന് ഒരു കാൽ ഭാഗം കിട്ടും. പിന്നെ എവിടെയാണ്? പിന്നെ നമ്മുടെ കൂടെ നടക്കുന്നവർ, പിന്നെ നമ്മളിൽ നിന്ന് നമ്മുടെ എക്സ്പീരിയൻഷ്യൽ നോളജ് നമ്മൾ സ്വയം തിരിച്ചറിയുന്നു. പിന്നെ ബാക്കി കാലം ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് മനസ്സിലാവുന്നത്? പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് എല്ലാ അനുഭവങ്ങളും നമുക്ക് പാഠങ്ങളായിട്ട് മാറുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാഗവത്തിൽ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം നമ്മൾ നേച്ചറിൽ കാണുന്ന വസ്തുക്കളും ജീവജാലങ്ങളും മനുഷ്യരൊക്കെയാണ് അതിൽ വായിക്കേണ്ടതാണ്. ഇപ്പോൾ എസ് രാധാകൃഷ്ണൻ തുടരുകയാണ്. എഡ്യൂക്കേഷൻ ഇസ് ടു മേക്ക് എ മാൻ ലേൺ ടു തിങ്ക്. രണ്ടാമത്തെ എന്താണ്? വി ഷുഡ് ബി ഏബിൾ ടു ലേൺ ടു തിങ്ക് അവർ ഓൺ തോട്ട്സ്. നമ്മൾ ക്രമേണ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ക്രിയേറ്റീവായിട്ടുള്ള തോട്ട്സിലേക്ക് കണക്ട് ആണ്. നമ്മുടെ ക്രിയേറ്റീവ് ഇമ്പൾസസിനെ പ്രചോദിപ്പിക്കുന്ന തരത്തിലാണ് എഡ്യൂക്കേഷൻ. തത്തമേ പൂച്ച എന്നുള്ള രീതിയിലുള്ള പഠനത്തിൽ നിന്ന് ക്രമേണ ഉള്ളിൽ നിന്നുള്ള ക്രിയേറ്റീവ് ടാലൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നു. തൻ്റെ കഴിവുകളെ മാക്സിമൈസ് ചെയ്യും. തൻ്റെ കഴിവുകളെ മാക്സിമൈസ് ചെയ്യുമ്പോൾ സന്തോഷം, ആനന്ദം അനുഭവിക്കുന്നു. നമുക്കറിയാതെ ഷെയറിങ് കപ്പാസിറ്റി വരുന്നു. നമുക്കറിയാതെ തന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യാനുള്ള ആ ഫീലിംഗ് വരും. കാരണം എല്ലാവരും ഉള്ളിൽ ഇതുണ്ടെന്ന് തിരിച്ചറിവ് വരുന്നു. നമ്മൾ സ്വയം നമ്മുടെ ചിന്തകൾ ചിന്തിക്കുമ്പോൾ നമ്മളറിയാതെ ഫിലോസഫേഴ്സായിട്ട് മാറും. ഇപ്പോൾ ലോകത്തിലെ എല്ലാവരെയും ബഹുമാനിക്കുന്നവർ എല്ലാവരും ടീച്ചേഴ്സാണെന്ന് മനസ്സിലാവുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് തിങ്കിങ്ങിൽ നിന്ന് എന്താണ്? ഫീലിങ്ങിലേക്ക് മാറുന്നതാണ്. തിങ്കിങ്ങിൽ നിന്ന് ഇവോൾവ് ചെയ്ത് ഫീലിങ്ങിലേക്ക്. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എന്താണ് അനുഭവിക്കുന്നത് എന്ന് ഞാൻ അതുപോലെ തന്നെ അനുഭവിക്കണം. അമ്മ കുട്ടിയുടെ അനുഭവങ്ങൾ സ്വയം അനുഭവിക്കുന്ന പോലെ ഒരു യഥാർത്ഥ വിദ്യാർത്ഥി എല്ലാവരുടെയും ഫീലിങ്സ്, വിഷമം മാത്രമല്ല സന്തോഷങ്ങളും അനുഭവിക്കും. നമ്മൾ വിഷമങ്ങളെ കുറിച്ചാണ് പറയാറ്. സന്തോഷങ്ങളും അനുഭവിച്ച് അവരെ പോലെ തന്നെ അവർ സന്തോഷിക്കും, അതേപോലെ സന്തോഷിക്കാൻ സാധിക്കും. ബുദ്ധിസത്തിൽ മുദിത എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. അവരെൻ്റെ സന്തോഷങ്ങൾ എൻ്റെ സന്തോഷങ്ങളാണ് മനസ്സിലാക്കിയിട്ട് സന്തോഷിക്കുക. അപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് വേണ്ടത് എന്നവർ പറയുന്നതിൻ്റെ മുഖത്തിന് മനസ്സിലാവും. സഹജമാർഗത്തിൽ ബാബുജി മഹാരാജിനെ പറ്റിയിട്ട് ചാരിജി മഹാരാജ് മൈ മാസ്റ്റർ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവിടെ ഉള്ള ആൾക്കാർക്ക് തണുപ്പ് അനുഭവിക്കുന്നുണ്ടോ, വിശപ്പ് അനുഭവിക്കുന്നുണ്ടോ, എല്ലാം ബാബുജി മഹാരാജ് അറിഞ്ഞു പെരുമാറിയുന്നു. എങ്ങനെയാണ് സാധിക്കുന്നത്? അതാണ് ആഴത്തിലേക്ക് കണക്ട് ആകുമ്പോൾ എല്ലാവരും തമ്മിൽ ഹൃദയ ബന്ധം അത് ഉള്ളിൽ നിന്ന് അനുഭവിക്കും. പറയൽ മാത്രമല്ല, സാഹോദര്യം ഉള്ളിൽ നിന്ന് അനുഭവിക്കുന്നു. അപ്പം അങ്ങനെ ആൾക്ക് വേറെ ആളെ വേദനിപ്പിക്കാൻ സാധിക്കില്ല. അഹിംസ അങ്ങനെ ആളുടെ സ്വഭാവമായിട്ട് മാറും. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി പറയുന്നത് അഹിംസ ഇസ് മൈ ക്രീഡ്, നോൺ വയലൻസ്. വയലൻസിന് ഇന്റൻഷനും കൂടി പാടില്ല. ലാലാജി മഹാരാജ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷനിൽ പറയുന്നു മറ്റുള്ളവരെ വേദനിപ്പിക്കണം എന്നുള്ള ഇന്റൻഷനും കൂടി. അങ്ങനെ ഒരു ഉള്ളിലൊരു ഫീലിംഗ് കൂടി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെ ക്രമേണ ഫീലിങ്സ് എന്ന ബീയിങ്ങിലേക്ക് എത്തുന്നതാണ്. ബീയിങ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമായിട്ടുള്ള തത്വം, ഭഗവാൻ, ഈശ്വരൻ. നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്, ഹ്യൂമൻ തിങ്കിങ് അല്ല. ഞാൻ മനുഷ്യനാണെന്ന് ചിന്തിക്കല്ല, ഞാൻ മനുഷ്യനാണ്. ബീയിങ് മനുഷ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ഹ്യൂമൻ ബീയിങ് ആവും. ആ ഹ്യൂമൻ ബീയിങ് നിന്ന് പിന്നെ ട്രാൻസിഷൻ ഡിവൈൻ ബീയിങ്ങിലേക്കാണ്. ഹ്യൂമൻ ഹ്യൂമെയിനിലേക്ക് എന്ന് താജി പറഞ്ഞു.
ആ ഹ്യൂമെയിൻ ഡിവൈനിലേക്ക്, അപ്പോൾ മനുഷ്യരിൽ മാത്രമല്ല സർവ്വചരാചരങ്ങൾ ഹൃദയമായിട്ട് കണക്റ്റഡ് ബീയിങ്, പ്രപഞ്ചത്തിൻ്റെ ബീയിങ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഒരു സ്പിരിച്വൽ എവല്യൂഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ മുമ്പിൽ വന്ന ആളുടെ വിഷമം എന്താണിത് വേണ്ടതെന്ന് അറിയാതെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേറ്റ്. ഓണത്തിൻ്റെ കഥ ഇത് നമുക്കൊരു സൂചന തരുന്നു. വാമനൻ ഭഗവാന്റെ അവതാരമാണ്, അവസാനമാണ് കടന്നു വരുന്നത്. ആ വാമനൻ എന്തിനാണ് വന്നത് എന്ന് മഹാബലിക്ക് ഉള്ളിൽ നിന്ന് മനസ്സിലാവേണ്ടതായിരുന്നു. ബീയിങ്ങിലേക്ക് കണക്റ്റഡ് ആയിരുന്നെങ്കിൽ മഹാബലിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, എന്താണ് എനിക്ക് വേണ്ടത്, ഭഗവാനാണ് വന്നിരിക്കുന്നതെന്ന് ശുക്രാചാര്യർ പറഞ്ഞിട്ട് കൂടിയും മഹാബലി താൻ ദാനം ചെയ്യാൻ തയ്യാറാണ്, ഞാൻ കൊടുക്കാം എന്ന് തയ്യാറാവും. അപ്പം ഞാൻ എന്നുള്ള ബോധം അവിടെ പോയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ എല്ലാ ലോകങ്ങളും മഹാബലി കീഴടക്കിയ എല്ലാ സ്വത്തും എൻ്റേതാണെന്ന് കാണിക്കുന്നത്. മഹാബലി പറയാണ് എന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, നിന്റെ ഈ ശരീരം ആരാണ് നിനക്ക് നൽകിയത്? നീ തന്നെയാണ് ഞാൻ. നമ്മൾ തത്വമസി എന്നിങ്ങനെ പറയും, പക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവസാനം കടന്നു വരുന്നവരായാലും ആദ്യം കടന്നു വന്നവരായാലും ഭഗവാനാണെന്ന് മനസ്സിലാക്കാനും ആ ബീയിങ്ങിലേക്ക് എത്താനും അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാതെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറാനും സാധിക്കുന്നതാണ് ശരിക്കും ഏറ്റവും വലിയ കോൺവെർസേഷൻ, കമ്മ്യൂണിയൻ. നമ്മൾ ആ ലെവലിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നവരുടെ സന്തോഷങ്ങളും വിഷമങ്ങളും അവർ പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രസൻസ് കൊണ്ട് തന്നെ, ഇനി അവർ മുമ്പിൽ പ്രസന്റ് അല്ലെങ്കിൽ അവർ എവിടെയാണെങ്കിലും ഈ ലോകത്തിൻ്റെ യൂണിവേഴ്സിറ്റി എവിടെ എന്ത് ഉണ്ടായാലും അത് എൻ്റെ ഉള്ളിൽ റെസനേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറണം. അങ്ങനെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവും. ഇന്നത്തെ ഈ ടീച്ചേഴ്സ് ഡേയിൽ നമുക്ക് ഈ തത്വം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ യഥാർത്ഥ യാത്ര ഈ ഒരു ബീയിങ്ങിൻ്റെ തലത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം ഇതിന് നമ്മൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി കാണിച്ചു തരും. എല്ലാവരും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.